ഗുഡ് മോർണിംഗ് എവറി വൺ. നമുക്കിന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 57,500 മുകളിൽ മാർക്കറ്റ് കൺസോളിഡേഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് ഡൗൺ സൈഡിലേക്ക് മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. റീസൺസ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. മാർക്കറ്റ് ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് അപ്സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡൗൺ സൈഡിൽ പ്ലാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് അപ്സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. രണ്ട്, യെസ്റ്റർഡേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒന്ന് ഡൗൺ ആയി, ഫെല്ലായി, പിന്നെ കണ്ടിന്യൂ ചെയ്ത് അപ് ട്രെൻഡിലേക്കാണ് പോയത്. അതുപോലെ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. മാർക്കറ്റ് ഒന്ന് ഫെല്ലായി. ഇനി ഉറപ്പായിട്ടും മുകളിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ വിരളമായിട്ട് മാത്രമായിരിക്കും. ഒരു 90% ടൈമിലും അത് റിപ്പീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബേസിക്കാണ്. അതുകൂടാതെ ഇവിടെ റീറ്റെയിൽ ബയേഴ്സിനെ കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി 57,500 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. റീറ്റെയിൽ ബൈയിങ് പാറ്റേണാണ് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഫിബൊനാച്ചി ലെവൽ റീച്ച് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിഫ്റ്റിയും നമുക്ക് അപ്സൈഡ് ലെവൽ ക്രോസ് ആയിട്ടുണ്ട്. 24,000 ലെവൽ ക്രോസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്നും ഇവിടെ കൂടുതലും റീറ്റെയിൽ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആകും. കാരണം ഇന്നലത്തെ പോലെ തന്നെ മാർക്കറ്റ് ഇന്നും അപ്സൈഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആകുമെന്നൊരു ധാരണയുടെ പുറത്ത് അവർ കൂടുതൽ അവിടെ ആക്റ്റീവ് ആവുകയും അവരുടെ, അതായത് ഓൾറെഡി ഉള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസും ഇപ്പം ന്യൂ ആയിട്ട് ആഡായി വന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസും ഡൗൺ സൈഡിലേക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതാണ്. ഇന്ന് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ നിന്നും ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. നമുക്കിവിടെ എൻട്രി ആയിട്ടുണ്ട്. ഡൗൺ സൈഡിലേക്കാണ് എൻട്രി ആയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 1:1.5 70 പോയിൻറ്റ്സ് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് നമുക്ക് അറൗണ്ട് 105 പോയിൻറ്റ്സ് അറൗണ്ട് 1:1.5 നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് എൻട്രിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി എക്സിറ്റ് യൂഷ്വലായിട്ട് തന്നെ നടക്കണം. നമുക്ക് ഇതാണ് ഓൾമോസ്റ്റ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഇന്നത്തെ ഡേ ലോ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് 140 പോയിൻറ്റ്സ് അറൗണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡിലേക്ക് നമുക്ക് അറൗണ്ട് ഇന്നത്തെ ലോ, അപ്പം ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് 210 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമ്മൾ ടാർഗറ്റ്. ഇതാണ് ബേസിക്സ് വെച്ചിരിക്കുന്നത്. ബാക്കി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പം കുറച്ചുകൂടി കൂടാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കുറയാൻ സാധ്യത. എന്തായാലും ഇത് ഫിക്സഡ് റേഷ്യോ ആയിരിക്കും. ഇനി കുറച്ചുകൂടി നമുക്ക് റൈഡ് ചെയ്ത് പോകാം. അത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പോലെ ഇരിക്കും. മാർക്കറ്റ് കൂടുതൽ കൺസോളേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബെറ്റർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് എക്സാക്റ്റ് വീണ്ടും സപ്പോർട്ടിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് റീറ്റെയിൽ ബൈയിങ് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഫേവറബിൾ ആണ്. കാരണം ഇവിടെ വീണ്ടും പുതിയതായിട്ടുള്ള റീറ്റെയിൽ ബയേഴ്സ് ഇവിടെ ആഡ് ആവുകയും അവരുടെ കൂടി സ്റ്റോപ്പുകൾ അവൈലബിൾ ആകുമ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി ഡൗൺ സൈഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ടാർഗറ്റിനേക്കാളും കുറച്ചുകൂടി അധികം പോയിൻറ്റ്സ് നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ആ രീതി നമുക്കിന്ന് പ്ലാൻ ചെയ്യാം. കാരണം നമുക്ക് നല്ലൊരു ഡൗൺ സൈഡിലേക്ക് അത്യാവശ്യം ഈ ലെവലിനേക്കാളും കൂടുതൽ നമുക്ക് പോയിൻറ്റ്സ്, ടാർഗറ്റിനേക്കാളും കൂടുതൽ പോയിൻറ്റ്സ് നമുക്കിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ വെച്ചേക്കുന്ന ടാർഗറ്റാണ് കൂടുതൽ. ഓൾമോസ്റ്റ് നമ്മുടെ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സിറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ എക്സിറ്റ് പ്ലാൻ ചെയ്യാം. കാരണം അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു റൈഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കിട്ടുകയാണെങ്കിൽ പരമാവധി റൈഡ് തന്നെ കൊണ്ടുപോകും. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള മൂവ് ചെയ്യുന്നത്. ഇനി ഒരു ഗ്രീൻ ക്യാൻഡലിന് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇനി മാർക്കറ്റ് അധികം സഡൻലി ഒരു മൂവ്മെൻറ്റ് കിട്ടും തോന്നുന്നില്ല. ഈ ഒരു ക്യാൻഡിൽ നോക്കിയിട്ട് നമുക്കിവിടെ എക്സിറ്റ് എടുക്കാം. നമ്മളുടെ ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. റീസൺസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ കരുതുന്നു. നമ്മളുടെ എൻട്രി ടാർഗറ്റ് ലഭിച്ച പോയിൻ്റ് അറൗണ്ട് 133 പോയിൻറ്റ്സ് എടുത്ത് ടാർഗറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ നമ്മൾ എടുത്തിരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ടാർഗറ്റ് ലഭിച്ചു. 133 പോയിൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, ട്രേഡിംഗ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളത് ഇതെല്ലാം ബേസിക്സ് കാര്യങ്ങളാണ്. നമ്മുടെ സ്ട്രാറ്റജി മാത്രമാണ് ഞാനിവിടെ റിവീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് നല്ല പോയിൻറ്റ്സ്, അതായത് നമ്മളെ ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് വരാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നല്ല പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.